നഴ്സിംഗ് മെറിറ്റ് സീറ്റ് അട്ടിമറി അത് 24 പുറത്തുകൊണ്ടുവന്നൊരു വാർത്തയാണ്. അതിൽ ഒരു ഉന്നതതല അന്വേഷണം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ആ വാർത്തയ്ക്ക് അത് എത്രമാത്രം ഗൗരവമുള്ള വാർത്തയാണ്, അതിലത്തെ കാമ്പ് എത്രമാത്രം ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ. എന്തായാലും ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാകും ഈ അന്വേഷണം എന്നിപ്പോൾ അറിയുന്നു. വിശദാംശങ്ങളുമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഉമേഷ് ബാലകൃഷ്ണൻ തന്നെയാണ് ചേരുന്നത്. ഉമേഷ്, വീണ്ടും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് ഏത് തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുക? ഇന്ന് നഴ്സിംഗ് കൗൺസിലിന്റെ യോഗവും ഉണ്ടാവുമല്ലോ. യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാവും? ഗുഡ് മോർണിംഗ് പ്രജിൻ, ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. എന്തായാലും അന്വേഷണം നടത്താൻ ഇപ്പോൾ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിനാണ് സാധ്യത. കാരണം നിലവിൽ ആരോപണ വിധേയർ അല്ലെങ്കിൽ സംശയ നിഴലിലുള്ളത് രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. ഒന്ന് നഴ്സിംഗ് കൗൺസിൽ, ഒന്ന് ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി. ഈ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി അർദ്ധ ജുഡീഷ്യൽ പവറുള്ള കമ്മിറ്റിയാണ്. ഈ സാഹചര്യത്തിൽ അന്വേഷണം നടത്തണമെങ്കിലും മൊഴിയെടുക്കണമെങ്കിലും എല്ലാം ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ വേണം. അതുകൊണ്ടായിരിക്കും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ഈ മെറിറ്റ് അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അത് ഒരുപക്ഷെ റദ്ദ് ചെയ്തുകൊണ്ട് ഉടൻ ഉത്തരവിറങ്ങാനും സാധ്യതയുണ്ട്. അതായത് മേഴ്സി കോളേജിലെ 30 സീറ്റ് വർദ്ധിപ്പിച്ച് നൽകുകയും ആ 30 സീറ്റിലും മാനേജ്മെന്റ് സ്വന്തം നിലയിൽ അഡ്മിഷൻ നടത്തുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ 30 സീറ്റിലെയും അഡ്മിഷൻ റദ്ദ് ചെയ്യാനുള്ള ഒരു ആലോചനയും ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിയമ വശങ്ങൾ തേടാൻ ഇന്ന് തീരുമാനിച്ചു. അതേസമയം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് നഴ്സിംഗ് കൗൺസിൽ യോഗം. നഴ്സിംഗ് കൗൺസിൽ യോഗത്തിൽ ഇന്ന് ഏറ്റവും നിർണായകമായ യോഗമാണ്. കാരണം കഴിഞ്ഞ യോഗത്തിലായിരുന്നു മേഴ്സി കോളേജിനും കൂടാതെ ശ്രീ അയ്യപ്പ കോളേജിനും കൂടുതൽ സീറ്റുകൾ അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനം നഴ്സിംഗ് കൗൺസിൽ എടുത്തത്. പക്ഷേ ആ തീരുമാനം നടപ്പാക്കിക്കൊണ്ട് അത് അപ്രൂവ് ചെയ്യണമെങ്കിൽ ഇന്നത്തെ കൗൺസിൽ യോഗത്തിലാണ് നടപ്പാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഷേധ സ്വരങ്ങളോ എതിർപ്പുകളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്രത്യേകിച്ച് മേഴ്സി കോളേജിനടക്കം ഇത്തരത്തിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. ആ കേസുകളെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് 30 സീറ്റ് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതിന് 3 ദിവസം മുൻപ് അനുവദിച്ചത് തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം ഇന്ന് നഴ്സിംഗ് കൗൺസിൽ യോഗത്തിൽ പ്രസിഡന്റ് അടക്കമുള്ളവർ മറുപടി പറയേണ്ടി വരും. പ്രജിൻ, ജസ്റ്റിന. ശരി ഉമേഷ്. ഉമേഷ് പുറത്തുകൊണ്ടുവന്ന വാർത്തയിലാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഈ നഴ്സിംഗ് കൗൺസിലിന്റെ ഭാഗത്തു പോലും ഉണ്ടായ പ്രതികരണം ഈ അട്ടിമറിയെ കുറിച്ചൊക്കെ അവരറിയുന്നത് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ്. അത് നഴ്സിംഗ് കൗൺസിൽ പോലും അറിയുന്നത് ഇത്തരത്തിലുള്ള അട്ടിമറി നടന്നു എന്ന കാര്യം അറിയുന്നത് നമ്മുടെ വാർത്ത ചെയ്തതിന് ശേഷമാണെന്നുള്ളതാണ്. ഇന്ന് ആ യോഗത്തിൽ പലരും പല മറുപടികളും പറയാൻ വിയർക്കും എന്നുള്ളത് തന്നെയാണ് ഉമേഷ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോ നമ്മൾ ഈ ബണ്ട് റോഡിൽ കൂടെ സൂക്ഷിച്ചാണ് നടക്കുന്നത്. ചെറിയ ബണ്ട് റോഡിന്റെ സൈഡിൽ കൂടെ അങ്ങനെ പറയണം. ബണ്ട് റോഡിൽ ഒരു കുഴപ്പമില്ല. ഇനി ഇതിലൂടെ നടക്കുമ്പോൾ ഒന്ന് കാൽ തെറ്റി താഴേക്ക് വീണാൽ നല്ല സുഖമായിരിക്കും അല്ലേ? ഒന്ന് വേണമെങ്കിൽ വീണ് നോക്കാം. നടക്കുന്നോ? ഇല്ല.